കറുപ്പിൻ്റെ റിവ്യൂ എവിടെ അല്ലെങ്കിൽ സൂര്യയുടെ പടത്തിൻ്റെ റിവ്യൂ എവിടെ എന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ കണ്ടു. അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ 9 മണിക്ക് സിനിമ ബുക്ക് ചെയ്തു. സൂര്യ നായകനാവുന്ന RJ ബാലാജി വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുള്ളി തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള കറുപ്പ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് രാവിലെ 9 മണിക്ക് ബുക്ക് ചെയ്ത ഷോ ക്യാൻസലായി എന്നാണ് രാവിലെ 7:30 മണിക്ക് അലാറം അടിച്ച് എണീക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന കാര്യം. അപ്പോൾ ഒരു വിഷമം തോന്നി. ഇനിയിപ്പോൾ ഏത് തിയേറ്ററിലാണ് ഉണ്ടാവുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെപ്രാളം പിടിച്ച് മറ്റ് തിയേറ്ററുകളിലൊക്കെ നോക്കി. അപ്പോൾ 9 മണിയുടെ ഷോ ക്യാൻസലായി പോയി എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ കുറച്ച് സിനിമാ സ്നേഹികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെയും 9 മണിക്ക് മറ്റ് ജില്ലകളിലും ഷോ നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലും കറണ്ടില്ല എന്ന് അറിയുന്നത് പോലത്തെ ഒരു സന്തോഷമായിരുന്നു. എന്നാൽ പിന്നെ 9 മണിയുടെ ഷോ നടന്നില്ലെങ്കിലും ഒരു 11 മണിയുടെയോ 10:45 ഷോ എവിടെയെങ്കിലും നടക്കുമായിരിക്കുമല്ലോ. കാരണം ഇതിന് മുമ്പും രാവിലെ 7 മണിക്കത്തെ ഷോയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ 4 മണിക്കത്തെ ഷോയ്ക്ക് പോകുമ്പോൾ കീ വന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തിയേറ്ററിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ലുലു മാളിൽ ഐമാക്സ് സ്ക്രീനിൻ്റെ മുന്നിലാണ് ഒരു 3 മണിക്കൂറിന് മുകളിൽ വെയിറ്റ് ചെയ്തത്. അപ്പോഴും അവരുടെ കീ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ അവിടെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നേരം നമ്മളവിടെ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിന്നിട്ടും ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കുകയോ സ്നാക്സോ വൗച്ചേഴ്സോ അതൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊന്നും ആരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല. എല്ലാവർക്കും രാവിലെ ജോലിക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ അതിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം നടക്കുമ്പോൾ തിയേറ്ററുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അന്ന് അവിടെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കീ വരാത്തത് കൊണ്ട് സിനിമ ലേറ്റ് ആവുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ 10 മണിയുടെ ഷോയോ 10:30 ഷോയോ ഒക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ആർടെക് മോളിൽ 10:45 ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ട് ഞാൻ രാവിലെ റെഡിയായി നേരെ തിയേറ്ററിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഷോ നടക്കുന്നില്ല. അതെന്ത് പരിപാടി അത്? ഈ സൂര്യയുടെ കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നൊരു പടമല്ലേ, ഇത്രയും ഹൈപ്പോട് കൂടിയിട്ട് വരുന്നു. അണ്ണന് തിയേറ്ററിലൊരു ഹിറ്റ് കിട്ടണമെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് അതിന് ചേരുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു മാസ് മസാല എൻ്റർടൈനർ പരിപാടിയായിരിക്കും അവർ പിടിച്ചിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രദേശത്തിനോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെയൊക്കെ രക്ഷിക്കുന്ന എന്തെങ്കിലും രക്ഷകൻ പരിപാടിയും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയല്ലേ. ഇപ്പോഴും ഷോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ശരി അടുത്തെവിടെയാണ് ഷോ നടക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിഞ്ഞത് എവിടെയും, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, തിരുവനന്തപുരത്ത് എവിടെയും ഷോ നടക്കുന്നില്ല. കോഴിക്കോടുള്ള കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെയും കറണ്ടില്ല, ഷോ നടക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തീർക്കേണ്ട കുറച്ച് ഫിനാൻഷ്യൽ ബാധ്യതകളുണ്ട്. ഞാൻ നെറ്റിൽ അന്വേഷിച്ചപ്പോൾ 10 കോടിയെന്നും ചില ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ 30 കോടിയെന്നൊക്കെ കേൾക്കുന്നു. അത് കൊടുത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് KDM എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്ക് കിട്ടുക. സെക്യൂർ ഡിജിറ്റൽ കീ ആണത്. അതായത് ആ സിനിമ ഇപ്പം തിയേറ്ററുകാർ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ കീ ഉണ്ടെങ്കിൽ മാത്രമാണ് സിനിമ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഒരു വലിയ തുക അവർ അടയ്ക്കാനുണ്ട്. അത് അടച്ചു കഴിഞ്ഞാലേ കീ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. സൂര്യയുടെ പടമാണ്, രാവിലെ തൊട്ട് ഷോസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസ് എല്ലാം ആദ്യത്തെ ഷോസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ഷോസും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫില്ലായി കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും ഈ കീ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നത് ആ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ കൂടി ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പറ്റിയാൽ ഉച്ചയ്ക്ക് ശേഷം ഷോസ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾ ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ചെല്ലുന്ന സമയത്ത് കീ കിട്ടിയിട്ടില്ല എന്നവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അതായത് അവർ കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു തുകയുടെ അത് സെറ്റിൽ ചെയ്യാൻ വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സിനിമയുടെ ഫിനാൻഷ്യൽസ് ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ അടുത്ത് പുറത്ത് പറയാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. എന്തായാലും നിലവിൽ സിനിമയുടെ കീ തിയേറ്ററുകളിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ഇതുവരെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അവർ സെറ്റിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത ഷോസൊക്കെ വരുമായിരിക്കും. 1 മണിയുടെ ഷോസ് നടക്കുമോ എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. 3 മണിയുടെയെങ്കിലും ഷോ നടന്നാൽ മതി എന്ന് ചില തിയേറ്ററുകാർ ആഗ്രഹിക്കുന്നുണ്ട്. ആരാധകർ അതിനേക്കാൾ കൂടുതൽ ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ തലയൊക്കെ ചൊറിഞ്ഞിട്ട് എന്തോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം വേറെ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിനിയിപ്പം തിരുവനന്തപുരത്ത് ഷോ ഒരു തിയേറ്ററിൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ച് പോയാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് തൊട്ടടുത്തുള്ള തിയേറ്റേഴ്സിൽ. എസ്പെഷ്യലി ഞാനിത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏരീസ് പ്ലക്സിലെ OD1 ഒരു ടിക്കറ്റ് പോലും ഇല്ല. കംപ്ലീറ്റ് തൂത്ത് പഠിച്ച ആൾക്കാർ എടുത്തിരിക്കുകയാണ്. പിന്നെ രാവിലെ ടിക്കറ്റ് കിട്ടാത്ത ആളുകളും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഉച്ചക്കത്തത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ നിലവിൽ ഇങ്ങനെ പടം കാണും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണുള്ളത്. മറ്റേ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറയുന്ന പോലെ കറുപ്പും വന്നില്ല അല്ലെങ്കിൽ സൂര്യയും വന്നില്ല ഒരു തീയും വന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഒരുപാട് പ്രേക്ഷകർ. ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാകും. കുറേ ആളുകൾ എന്നോട് മെസ്സേജ് ചോദിച്ചു എന്താണ് ഷോ നടക്കാത്തത്. ചില ആൾക്കാരുടെ ടെൻഷൻ നമ്മുടെ നാട്ടിൽ മാത്രമാണോ അല്ലെങ്കിൽ ഈ തിയേറ്ററിൽ മാത്രമാണോ എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെ എവിടെയും ഷോ നടക്കാനുള്ള യാതൊരു മാർഗ്ഗങ്ങളുമില്ല. എത്രയും പെട്ടെന്ന് ആ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യട്ടെ, പടം തിയേറ്ററിലേക്ക് വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ആ ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാനും പിന്നെ എന്താണ് കോംപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഈ റിലീസ് വൈകും തോറും തിയേറ്ററുകാരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിരടിയുടെ ഷോസ് കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ വിളിച്ചു ചോദിച്ചു 1-2 തിയേറ്ററിലും അതിരടിക്ക് ആളുണ്ട്, അതുകൊണ്ട് അവർ ഷോസ് നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമ റിലീസിന് വൈകും തോറും ഒരു മലയാള സിനിമയ്ക്ക് ഗുണമുണ്ടാകുന്നു എന്ന് പറയുന്നത്, ഫിനാൻഷ്യലി ഗുണമുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാലും സൂര്യണ്ണൻ്റെ ഒരു മാസ് ഓറ പരിപാടിയൊക്കെ തിയേറ്ററിൽ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് കറുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.